കാരണം ടീച്ചർ പറഞ്ഞൊരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ഞാൻ മാനേജറായ ഒരു സ്കൂളിൽ തന്നെ ഇത്തരത്തിലൊരു ലാബ് തുടങ്ങി. ആ ലാബിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ലാബ് നടത്തിക്കാൻ വരുന്നവർ ഇത് പണി തീർത്ത് ബില്ല് മാറുന്നവരെ സ്നേഹം ഉണ്ടാവുള്ളൂ. അവർ പിന്നെ പരിശീലനത്തിന് വരത്തില്ല. അപ്പോൾ പരിശീലനത്തിൽ വന്നില്ലെങ്കിൽ അവരെ പറ്റിയുള്ള വിവരങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ഡിപ്പാർട്ട്മെൻറ്റ് അക്കാര്യത്തിൽ നടപടിയെടുക്കുകയും വേണം. വിളിച്ചാലും വരത്തില്ല. പണി തീരുന്നവർ ഭയങ്കര സ്നേഹമാണ്, നമ്മളെ അങ്ങ് സ്നേഹിച്ചു കൊല്ലും. അവർ റോക്കറ്റ് ഇവിടുന്ന് അടുത്ത ചന്ദ്രയാൻ പട്ടാഴി സ്കൂളിൽ നിന്നാണ് നമ്മളെ തോന്നിപ്പിക്കും. അതൊക്കെ വെറുതെയാണ്. സമയമാകുമ്പോൾ അവർ വലിഞ്ഞിറങ്ങി. അതുകൊണ്ട് അനുഭവമാണ് ഗുരു, അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് കർശനമായും അവരെ ആ കറക്റ്റ് പീരിയോഡിക്കലായിട്ട് അവരെ വിളിച്ചു വരുത്തണം. അവരിൽ നിന്നും കിട്ടേണ്ട സേവനം ഒരു നിമിഷം പോലും താമസിക്കാതെ വാങ്ങിയെടുക്കുന്നത്. ടീച്ചറെ 2 ദിവസം വൈകിയാൽ പിന്നെ അതിൻ്റെ ന്യായം പറയും. അത് ഞാൻ കൊമേഴ്സ് പഠിച്ചതാണ്. പ്രീ ഡിഗ്രിക്ക് സയൻസ് പഠിച്ചു, അത് കഴിഞ്ഞ് കൊമേഴ്സ് പഠിച്ചു. പക്ഷെ കൊമേഴ്സിനേക്കാൾ എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളാണ് താല്പര്യം. പഠിച്ചത് കോമേഴ്സ് ആണെങ്കിലും എനിക്ക് താല്പര്യം ടെക്നിക്കലായുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൂടി ഈ ലാബ് അവസരം ഉണ്ടാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം പുതിയ പുതിയ ഭാവനകളുണ്ട്. ആ ഭാവനകളെ ടിങ്കറിംഗ് ലാബിൽ പോയി പരിശീലനം നേടുമ്പോൾ ആ ഭാവനകളെ, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അവിടെ കഴിയണം. അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ടെക്നോളജിയുടെ ബേസിക് എല്ലാം പഠിപ്പിക്കും. ആ ബേസിക് ടെക്നോളജി വെച്ചുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന പുതിയ ആശയങ്ങൾ. അത് അധ്യാപകരുടെ വളരെ ചെറിയ ഒരു ഗൈഡൻസ് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങൾ തന്നെ, നിങ്ങൾക്ക് അധ്യാപകരെക്കാൾ മുതിർന്ന ഞങ്ങളെക്കാളൊക്കെ ഈ കാര്യങ്ങളിൽ വാസന കൂടുതലാണ്. അതിനൊരു സംശയമില്ല. നമ്മളിപ്പം ചാനലുകളിൽ നടക്കുന്ന കലാപരിപാടികൾ കണ്ടറിയാം. പണ്ട് നമ്മൾ പറയും യേശുദാസിനെ പോലെ മഹാനായ ഒരു ഗായകൻ, ഗാനഗന്ധർവനാണ്, അദ്ദേഹം പാട്ട് നിർത്തിയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വളരെ ചെറിയ കുഞ്ഞുമക്കൾ എത്ര മനോഹരമായി പാടുകയാണ്. നമ്മൾ യേശുദാസും എസ് ജാനകിയും ജയചന്ദ്രനും ഒക്കെ പാടിയിരുന്ന കാലത്ത് നമ്മൾ ആലോചിക്കും, അയ്യോ ഇവരൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പാട്ട് കേൾക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തരത്തിലുള്ള കഴിവുകളുമായി കുഞ്ഞുങ്ങൾ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇത്രയും ഒരു ടാലൻറ്റ് ഇതെവിടെ നിന്ന് വരുന്നുവെന്ന് പറഞ്ഞാൽ അതേ ടാലൻറ്റ് തന്നെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിൽ, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൽ, പഠിക്കുന്നതിൽ, കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നതിൽ, മൊബൈൽ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കുന്നത്. ഈ ടിങ്കറിംഗ് ലാബിൽ പോയി അടിസ്ഥാനപരമായ ടെക്നോളജികളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവിടെ നിന്നും നിങ്ങളുടേതായ ആ ടെക്നോളജി ഉപയോഗിച്ചുള്ള പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഇപ്പം ടിങ്കറിംഗ് ലാബിൽ പോകാൻ സയൻസ് വിദ്യാർത്ഥികളെ മാത്രമേ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞാലും മറ്റെന്തെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് അത്തരത്തിന് ആശയം ഉണ്ടായാൽ തീർച്ചയായിട്ടും മറ്റൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും അവരെ ഇതിനകത്ത് കൊണ്ടുപോകാൻ അവസരം ഉണ്ടാക്കണം. അവർക്ക് അവരെ വാസന വെളിപ്പെടുത്തിയാൽ ഇതിനെ ചുമതല വഹിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയോട് എൻ്റെ കയ്യിൽ ഇത്തരത്തിലൊരു ആശയം എനിക്കുണ്ടെന്ന് പരിശീലനം നേടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ ലാബിൽ പ്രവേശിപ്പിക്കണം. ആ പരീക്ഷണം നടത്താൻ ആ കുഞ്ഞിനെ അനുവദിക്കണം. കാരണം അത് ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സയൻസ് കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ടെക്നോളജിയെക്കുറിച്ച് ഒരു ആഗ്രഹം. ഇപ്പം ഞാൻ കൊമേഴ്സ് പഠിച്ചതാണ്. പ്രീ ഡിഗ്രിക്ക് സയൻസ് പഠിച്ചു, അത് കഴിഞ്ഞ് കൊമേഴ്സ് പഠിച്ചു. പക്ഷെ കൊമേഴ്സിനേക്കാൾ എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളാണ് താല്പര്യം. പഠിച്ചത് കോമേഴ്സ് ആണെങ്കിലും എനിക്ക് താല്പര്യം ടെക്നിക്കലായുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൂടി ഈ ലാബ് അവസരം ഉണ്ടാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ടീച്ചർ പറഞ്ഞൊരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ഞാൻ മാനേജറായ ഒരു സ്കൂളിൽ തന്നെ ഇത്തരത്തിലൊരു ലാബ് തുടങ്ങി. ആ ലാബിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ലാബ് നടത്തിക്കാൻ വരുന്നവർ ഇത് പണി തീർത്ത് ബില്ല് മാറുന്നവരെ സ്നേഹം ഉണ്ടാവുള്ളൂ. അവർ പിന്നെ പരിശീലനത്തിന് വരത്തില്ല. അപ്പോൾ പരിശീലനത്തിൽ വന്നില്ലെങ്കിൽ അവരെ പറ്റിയുള്ള വിവരങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ഡിപ്പാർട്ട്മെൻറ്റ് അക്കാര്യത്തിൽ നടപടിയെടുക്കുകയും വേണം. വിളിച്ചാലും വരത്തില്ല. പണി തീരുന്നവർ ഭയങ്കര സ്നേഹമാണ്, നമ്മളെ അങ്ങ് സ്നേഹിച്ചു കൊല്ലും. അവർ റോക്കറ്റ് ഇവിടുന്ന് അടുത്ത ചന്ദ്രയാൻ പട്ടാഴി സ്കൂളിൽ നിന്നാണ് നമ്മളെ തോന്നിപ്പിക്കും. അതൊക്കെ വെറുതെയാണ്. സമയമാകുമ്പോൾ അവർ വലിഞ്ഞിറങ്ങി. അതുകൊണ്ട് അനുഭവമാണ് ഗുരു, അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് കർശനമായും അവരെ ആ കറക്റ്റ് പീരിയോഡിക്കലായിട്ട് അവരെ വിളിച്ചു വരുത്തണം. അവരിൽ നിന്നും കിട്ടേണ്ട സേവനം ഒരു നിമിഷം പോലും താമസിക്കാതെ വാങ്ങിയെടുക്കുന്നത്. ടീച്ചറെ 2 ദിവസം വൈകിയാൽ പിന്നെ അതിൻ്റെ ന്യായം പറയും.